ഉണ്ടാക്കുന്നത് എന്താണ്? അടുത്തത് പൊട്ടറ്റോ ടിക്കി എന്ന് പറയും. പൊട്ടറ്റോ ടിക്കി. ഓക്കെ, പൊട്ടറ്റോ ടിക്കി പേര് കേട്ടിട്ട് ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, ടിക്കി എന്നെല്ലാം പറഞ്ഞിട്ട്. ഓക്കെ, പൊട്ടറ്റോ ടിക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതിന് നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് പുഴുങ്ങി പൊടിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി പൊടിച്ചെടുക്കണം, അതാണ് പൊട്ടറ്റോ ടിക്കി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഒന്ന് പുഴുങ്ങുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇത് നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിയാൽ മതി. ശരി, വേറെ ഒന്നും വിസിൽ വരണം, അത്രേ. ഉപ്പും മുളകും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, മഞ്ഞപ്പൊടി ഒന്നും വേണ്ട. അപ്പൊ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് ചേർത്താൽ മാത്രം മതി. നമ്മുടെ ഉരുളക്കിഴങ്ങ് അല്ലേ, ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഒന്ന് പുഴുങ്ങിയെടുക്കുക. പിന്നെ എന്തെല്ലാം ആവശ്യം? പിന്നെ വേണ്ടത് ഉപ്പ്, പിന്നെ കുരുമുളക്. പിന്നെ ഇതിന്റെ ഉള്ളിലെ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ തേങ്ങേന്റെ ചട്നിയാണ്. തേങ്ങേന്റെ ചട്നി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ചട്നി? ഇത് നമ്മൾ തേങ്ങയും ചുമന്ന മുളകും, ചുമന്ന ഉള്ളി, പച്ചമുളക്, ഉപ്പ് ഇട്ട് മിക്സിയിൽ ഒന്ന് തേങ്ങ, നമ്മുടെ ചുവന്ന ഉള്ളി, പച്ചമുളക്, ഉപ്പ് ഇത്രയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ആ ഒരു ചട്നിയാണ് നിങ്ങൾ ഇത് കാണുന്നത്. ഇത്രയല്ലേ ചേർത്തിട്ടുള്ളൂ? ശരി. പിന്നെന്താണ്? ഓയിൽ ആവശ്യമുണ്ട്. ഇത് ഓയിലാണ്. നമ്മളിത് പിടിക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് തേച്ച് കൊടുക്കണം. ഓക്കെ, നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതില് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി എടുത്ത് കുഴയ്ക്കുമ്പോഴേക്കും കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർക്കണം എന്നാണ് സൂസിയാൻറ്റി പറയുന്നത്. പിന്നെ അത് ബ്രെഡ് പൊടിച്ചതും മുട്ടയുടെ 2 ഭാഗങ്ങളും ചേർത്തിട്ടുണ്ടല്ലോ. ഫുൾ മുട്ട, ഒരു മുട്ട. ഓക്കെ, ആദ്യം ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് ഒന്ന് കുഴയ്ക്കണം. നമ്മുടെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ശരി, ഉരുളക്കിഴങ്ങ് ഇത് വേവിച്ചതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ കുരുമുളക് ഇടാം. പിന്നെ നമ്മള് ചട്നിയിൽ നമ്മള് മുളക് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ആവശ്യം അനുസരിച്ച് കൂടുതൽ വേണ്ടവര് കൂടുതൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കും. ശരി, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ചെയ്യുകയാണ് ആദ്യം ടിക്കി ഉണ്ടാക്കാൻ വേണ്ടി, പൊട്ടറ്റോ ടിക്കി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ നാരങ്ങന്റെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കും. ഓക്കെ, മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോൾ രൂപത്തിൽ ഇതാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കയ്യിൽ ലേശം എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി, അതൊരു രൂപവും കിട്ടാൻ വേണ്ടി, ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി, നാരങ്ങയുടെ രൂപത്തിൽ ആക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ ഫ്ലാറ്റ് ആക്കി എടുത്തിട്ട് ആദ്യം ഒരു വൃത്താകൃതിയിൽ അതാക്കി എടുക്കുക. പിന്നെ കുറച്ച് ചട്നി ഇതിന്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് എന്നിട്ടാണ് നമ്മൾ നാരങ്ങ പോലെ ഉള്ളിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ചട്നി, നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചട്നി, പച്ചമുളകും തേങ്ങയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടുള്ള ചട്നി, ചെറിയ ഉള്ളിയും ചേർത്തിട്ടുള്ള ചട്നി ഇതിന്റെ അകത്ത് വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ നാരങ്ങ പോലെ ഒന്ന് റെഡിയാക്കി ഉരുട്ടിയെടുത്തു. നാരങ്ങ രൂപത്തിൽ ഇപ്പം ആക്കിക്കൊണ്ടിരിക്കുകയാണ് സൂസിയാൻറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടയിലേക്ക് നേരെ മുക്കും, അതിനുശേഷം ബ്രെഡിലേക്ക് മുക്കും, അതിനുശേഷം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മുക്കി പിന്നെ എടുത്ത് കഴിച്ചാൽ മാത്രം മതി. ടേസ്റ്റ് നോക്കുക മാത്രമേ ബാക്കിയുള്ളൂ. സോ ഇത് നമുക്ക് ആ പ്രോസസ്സിംഗ് കണ്ടിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വരാം. പൊട്ടറ്റോ ടിക്കിക്ക് വേണ്ടി നമ്മൾ മാവിനകത്ത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ചട്നി വെച്ചു കൊടുത്തതിന് ശേഷം ആന്റി ഇപ്പോൾ ഒരു നാരങ്ങ രൂപത്തിൽ അതിനെ ഉരുട്ടി എല്ലാ പൊട്ടറ്റയും റെഡിയാക്കി അതിൻ്റെ അകത്ത് ചട്നി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ എണ്ണ ചട്ടിയിൽ ഇപ്പം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മുട്ടയിൽ മുക്കി ഉരുട്ടിയിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം വളരെ ഈസിയാണ്. ഇനി നമ്മൾ മുട്ടയിലിട്ട് ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡിലിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മുക്കിയെടുക്കുന്നു. ഈ ഒരു പരുവത്തിലാകുന്നു. അതിനുശേഷം ഇന്ന് നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുന്നു. ദെൻ ഇങ്ങനെ എടുക്കുന്നു. പിന്നെ റെഡിയായി, പൊട്ടറ്റോ ടിക്കി റെഡിയാണ്. ഇതെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി 2 എണ്ണം കൂടി ബാക്കി. എണ്ണയും ഒരുവിധം ചൂടായി കഴിഞ്ഞു. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3-4 ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്ത് ആദ്യം ഉണ്ടാക്കിയ ഐറ്റവും യൂസ് ചെയ്യാൻ പറ്റും, ഇതും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ രണ്ടും സ്റ്റഫ് ബൺസും പിറ്റേന്ന് വെച്ച് നമ്മളിപ്പം വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പഴക്കം ചെന്നാലും വലിയ പ്രശ്നമല്ല. നമ്മൾ ഒരുപാട് പഴക്കമല്ല, പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതും 2-3 ദിവസം ഇരുന്നാലും വലിയ പ്രശ്നങ്ങൾ വരാറില്ല. സ്കൂളിലേക്ക് ടിഫിൻ കൊടുത്തുവിടാനൊക്കെ എളുപ്പമാണ്. ഇതാണ്. ഇപ്പോഴും കൊടുത്തു വരാറുണ്ടോ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ്? കൊണ്ടുപോകാറില്ല, ഇല്ല, വലിയ കുട്ടികളായാലും. നമ്മുടെ പൊട്ട
പൊട്ടാറ്റോ ടിക്കി കിടന്നിട്ട് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഉരുണ്ട് മറിയുകയാണ്. ഇത് കഴിഞ്ഞാൽ പൊട്ടാറ്റോ ടിക്കി റെഡിയാകും. പൊട്ടാറ്റോ ടിക്കിയുടെ സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സൂസി ആന്റി ഇങ്ങനെ പൊട്ടാറ്റോ ടിക്കി ഇങ്ങനെ റെഡിയാക്കി ഇപ്പം ഏകദേശം പെട്ടെന്ന് തന്നെ റെഡി ആവും അല്ലെ? പെട്ടെന്ന് ഫ്രൈ ആവും. നേരത്തെ പോലെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറായി കഴിഞ്ഞു. പൊട്ടാറ്റോ ടിക്കി തയ്യാറായി കഴിഞ്ഞു. ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ശരി. അപ്പൊ ഗോൾഡൻ കളറാണ് ഇതിന്റെ ഒരു പരിവം. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമുക്ക് ഇതെടുത്ത് മാറ്റാന്നുള്ളത്. ടിക്കിയിലെ എണ്ണയൊക്കെ കളഞ്ഞ് നമ്മളിനി മാറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ്. പൊട്ടാറ്റോ ടിക്കി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ സൂസി ആന്റി ഉണ്ടാക്കി തന്ന പൊട്ടാറ്റോ ടിക്കി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ടിക്കി എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടിക്കി നാവിയൊക്കെ പറയും. അതുപോലെ തന്നെ എന്റെ മനസ്സിലൊരു സന്തോഷം. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം സൂസി ആന്റി വളരെ ടേസ്റ്റ് ഉള്ള ഒരു സംഭവം തന്നെ, നന്നായിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ രുചികൾ നിങ്ങൾക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്കും അത് എഴുതി അറിയിക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, ടേസ്റ്റിംഗ്, സൂര്യ TV, PB നമ്പർ 2266 ശാസ്തമംഗലം, തിരുവനന്തപുരം 10. ഒപ്പം നിങ്ങൾക്ക് വിളിച്ചു പറയേണ്ട നമ്പർ 047127274044. നിങ്ങൾക്ക് ഇമെയിലുകൾ അയക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇമെയിലും അയക്കാം. ഇമെയിൽ അയക്കേണ്ട വിലാസം suryatv@sunnetwork.in. വ്യത്യസ്തമായ രുചികളുമായി പതിവുപോലെ എന്തിനാ പറയുന്നതല്ലേ, അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.